പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തുടർക്കഥ എന്ന ചിത്രത്തിലെ ഒരു ഗാനത്തിന്റെ 3-4 വരികൾ. മാണിക്കുയിലേ നീ കാണാത്ത കാടുണ്ടോ, കാണാത്ത കാട്ടിലേതോ നീലക്കടമ്പുണ്ടോ, ഓ മാണിക്കുയിലേ നീ കാണാത്ത കാടുണ്ടോ, കാണാത്ത കാട്ടിലേതോ നീലക്കടമ്പുണ്ടോ. ഇന്ന് നമ്മുടെ അതിഥി ഒരു മിമിക്രി താരമാണ്. അദ്ദേഹം സിനിമയിലുണ്ട്, ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചാനൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട മിമിക്രി താരം തങ്കച്ചൻ വിതുര. ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ തങ്കച്ചൻ. നമസ്കാരം തങ്കച്ച. നമസ്കാരം. സുഖമായിരിക്കുന്നു? വിതുരയിൽ എല്ലാവർക്കും സുഖമാണ്? എല്ലാവർക്കും സുഖമാണ്. നിങ്ങളുടെ ഒരുപാട് പ്രോഗ്രാംസ് ഞാൻ ചാനൽ പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്, അതുപോലെ സ്റ്റേജ് പ്രോഗ്രാംസ്, പിന്നെ ഏതാനും സിനിമകളിൽ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ, ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, സാറിന് സുഖം തന്നെ? ഇതേ പോണു. അങ്ങനെ അതായത് പറയാൻ നേടാം, പണം കൊടുക്കാം. മനസ്സിലായില്ലേ? ഇപ്രാവശ്യം എനിക്ക് എല്ലാം റെഡിയാക്കി സഹായിക്കണം. പിന്നെ എത്ര വേണ്ടെന്ന് ആദ്യം പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല സാർ, ഞാൻ ഇപ്പൊ ഈ അവസ്ഥയിൽ എനിക്ക് ഒരു ചെറിയ ഒരു കണക്കില്ല. കണക്കിൽ കവിഞ്ഞ് തന്നിരുന്നാലും എനിക്ക് വിഷയമില്ല. 10,000 രൂപ മതിയാവുമല്ലോ. അല്ല, അതുകൊണ്ട് സമാധാനപ്പെടണം കേട്ടോ. ഒരു 10,000 രൂപ മതി. മതിയല്ലോ. 50,000 രൂപ இருந்தாലും മതി. മതിയല്ലോ, നോക്കാം. ഓക്കെ സാർ, ഇരിക്കും. തങ്കച്ച, ഏത് വർഷമാണ് ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് കടന്നത്? എവിടാണ് പഠിച്ചത്? പഠിച്ചതെല്ലാം വിതുരയിലാണ്. പ്രൊഫഷണലായിട്ട് വരുന്നത് ഒരു 2000-ന് ശേഷം. അതിനു മുൻപ് ഇതുപോലെ പല സ്ഥലങ്ങളിൽ അവസരങ്ങളൊക്കെ മേടിച്ച്, അവസരങ്ങളൊക്കെ ചോദിച്ച്, ഇപ്പോൾ ഉത്സവപ്പറമ്പില്, കല്യാണ വീടുകളിൽ, അപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ അവസരങ്ങളൊക്കെ ചോദിച്ച്. ആദ്യമായിട്ട് എവിടെ ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ തന്നെയാണ് അവസരം ചോദിച്ച്. അപ്പോൾ എനിക്കൊരു ഡാൻസ് ചെയ്യണം എന്നൊക്കെ അവസരം. ഡാൻസ് ആണോ ആദ്യം ചെയ്തത്? എല്ലാ മേഖലയുണ്ട്. ആദ്യം ഡിസ്കോ ആയിരുന്നു നമ്മുടെ കലാപരിപാടി. അപ്പോൾ ഡിസ്കോ, പിന്നെ പാട്ട് പാടും. ആദ്യമായിട്ട് കിട്ടിയ പ്രതിഫലം എത്രയാണ്? ആദ്യമായിട്ട് കിട്ടിയ പ്രതിഫലം 10 രൂപയ്ക്കും ഒരുപാട് താഴെയാണ്. 10 രൂപ കിട്ടുന്നത്, ഞങ്ങൾ ഒരു നാട്ടിൽ തന്നെ ഒരു മിമിക്രി ട്രൂപ്പ് തുടങ്ങി. അതിൻ്റെ പ്രതിഫലമാണ് 10 രൂപ. പിന്നെ അതിന് താഴോട്ട് ചില്ലറാക്കണേ അവസരം ചോദിച്ചല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ബാലെ ട്രൂപ്പ് വരാൻ വൈകി, ഒരു നാടക ട്രൂപ്പ് വരാൻ വൈകി, അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തങ്കച്ചനെ വിളിക്കാം എന്നാണ്. അപ്പോൾ കമ്മിറ്റിക്കാരൊക്കെ വന്നിട്ട് രാത്രി വന്നിട്ട് ഒന്ന് വന്ന് അവർ വരാൻ 1 മണിക്കൂർ ലേറ്റ് ആവും, ഒന്ന് വന്ന് എന്തെങ്കിലും ഒരു ഐറ്റം കാണിക്കാൻ പറയും. അതെ, അപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് കിട്ടിയ പാതി കിട്ടാത്ത പാതി അതും ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ നേരെ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് സ്റ്റേജിൽ കയറി തകർപ്പൻ ഡാൻസാണ്. അന്ന് ഇത് ഡാൻസൊക്കെ മറ്റേ സുപ്പി ബ്രേക്ക് ഡാൻസൊക്കെ ഇറങ്ങുന്ന സമയത്ത് അങ്ങോട്ട് കയറി അങ്ങ് തകർക്കുകയാണ്. ഈ തകർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യഥാർത്ഥ സമിതി വണ്ടി വരുന്ന സമയത്ത് പിന്നെ ഇവരുടെ ഒരു പ്രകടനം ഉണ്ടല്ലോ. ഈ ആദ്യം വന്ന് വിളിക്കുന്നവരില്ലേ, നീ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ ഇരുത്താൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് വരുന്നു. അപ്പോൾ എന്നെ പറഞ്ഞിങ്ങനെ പൊക്കി സ്റ്റേജിൽ കയറ്റുന്നു. സമിതി വണ്ടി വരുന്ന സമയത്ത് അവർ തന്നെ പറയും, മാറ്റ് മതി മതി, സമിതി സൗണ്ട് സാർ നിർത്ത് മതി. അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായി. പിന്നെ അവിടെയൊക്കെ ഇപ്പോഴൊക്കെ നമ്മളെയൊക്കെ ഗസ്റ്റായിട്ട് വിളിക്കുകയും നല്ല പ്രതിഫലം തരികയൊക്കെ ചെയ്യുന്നത് തുടക്കത്തിൽ എല്ലാവരുടെ കാര്യവും കഷ്ടമാണ്. കാരണം നമ്മളെല്ലാവരും പെട്ടെന്നൊരു ഒരു സിംഹാസനത്തിലോട്ട് കയറി വീണതല്ല. അതിനകത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ഇതുപോലെ തന്നെ ആയിരുന്നു ഞാനും. നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മളെവിടെ കിടന്നു, ഇപ്പം നമ്മൾ എവിടെ ഇരിക്കുന്നു. ദൈവം നമ്മളെ ഇവിടം വരെ കൊണ്ടെത്തിച്ചു. അതിന് നന്ദി പറയാ. ഓക്കെ, ദൈവത്തോട് നന്ദി പറയാം. നമ്മളെ വളർത്തി ഇതുവരെ എത്തിച്ച ജനങ്ങളോട് നന്ദി പറയാം. അപ്പനും അമ്മയോട് പറയാം. അത്രേ ഉള്ളൂ. അപ്പൊ തുടങ്ങിയാലോ? തുടങ്ങാം. കേറി വാടാ മക്കളെ.
തങ്കച്ചൻ്റെ അടുത്ത് ചോദിക്കാൻ പോണ ചോദ്യം മുഴുവൻ കാബൂളിവാല എന്ന ചിത്രത്തിൽ നിന്നാണ്. കാബൂളിവാല സാർ, കാബൂളിവാല സിനിമയിൽ ഇതിറങ്ങുന്ന സമയത്ത് എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഈ അവസരങ്ങൾ ചോദിച്ചു പോകുന്ന സമയത്ത് അതിലെ പാട്ട്, ഈ പാൽനിലാവിലൊരു നൊമ്പരം, ആ പാട്ടൊക്കെ ഞാൻ ഈ അവസരങ്ങൾ ചോദിച്ചു പോകുന്ന സമയത്ത് പാടുന്ന പാട്ടുകൾ. പാൽനിലാവിലും ഒരു നൊമ്പരം, പാതിരാക്കിളി എന്തിനീ മൗനം, സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഞങ്ങളിൽ കണ്ണുനീരില്ല. ഇതൊക്കെ ആ സമയത്ത് അവസരങ്ങൾ ചോദിച്ച് നടക്കുന്ന സമയത്ത് പാടുന്ന പാട്ടാണ്. അതുകൊണ്ട് ഈ പടം എനിക്ക് മറക്കാൻ പറ്റില്ല. പക്ഷേ പടം മറക്കാൻ പറ്റില്ല, മറ്റു പലതും മറക്കാൻ സാധ്യതയുണ്ടെന്ന്. ചോദ്യങ്ങളിൽ ചിലപ്പോൾ ഏതുവഴി വരുന്നു എന്ന് പറയാൻ പറ്റില്ല. സാധാരണ ചില ഉത്സവപ്പറമ്പിലുണ്ടല്ലോ, അടി ഏതുവഴി വരുന്നു എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചോദ്യങ്ങൾ ഇത്തിരി കുഴപ്പമാണ്. എന്നാലും ശ്രമിക്കാം, നമുക്ക് ശ്രമിക്കാം സാർ. ഓക്കെ, കേറിവാടാ മക്കളയിൽ ആദ്യത്തെ ചോദ്യം ഇതാ. സിനിമയിൽ ഉണ്ണിക്കുട്ടൻ എന്ന കഥാപാത്രത്തിന് സോമൻ കൊടുക്കുന്ന സമ്മാനം എന്താണ്? എ വർണ്ണപ്പാവ, ബി പിയാനോ, സി ബ്യൂഗിൾ. സി ബ്യൂഗിൾ. എന്താ അങ്ങനെ ഒരു മ്യൂസിക്കലി പറയുന്നത്? അല്ല, അതല്ലേ അത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് അത്. അതിലാണല്ലോ കഥ ഇങ്ങനെ പോകുന്നത്. അപ്പൊ അത് നമുക്ക് മറക്കാൻ പറ്റില്ല. പറ്റില്ല. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. സി പിയാനോ അല്ല, വർണ്ണപ്പാവയല്ല, സി ബ്യൂഗിൾ. സി ബ്യൂഗിൾ ഞാൻ എടുത്തു വെച്ച് പൂട്ടുന്നു, അവിടെ ഇരിക്കട്ടെ. ഈ ഒരു പാട്ടാണല്ലോ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിട്ട് മാറിയത്. ഏതാണ്? മറിയേടാ. അത് ഞാനൊരു സ്കിറ്റിന് വേണ്ടി തയ്യാറാക്കിയ ഒരു 4 വരി പാട്ടാണ്. അപ്പോൾ ഈ പാട്ട് ആ സ്കിറ്റിന് വേണ്ടി അതിനൊരു നിമിത്തമുണ്ട്. ഈ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഇതൊരു സ്ഥലത്തിന് തന്നെ ഞാൻ വെച്ചിരുന്നു. അത് മറിയേരമ്മ ആട്ടുകുട്ടി. അതിൻ്റെ കഥ എന്താണെന്നറിയാം സാറേ? ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ അവിടെ ആരുമില്ലാത്ത സ്ഥലത്ത് മോഷണം പോകുന്നു. അപ്പോൾ ഈ നമ്മളെ വിൽമേള എന്ന് പറയും, വിൽക്കലാമേള അറിയാലോ സാറേ? അങ്ങോട്ടുള്ള സ്ഥലത്ത് അറിയില്ല, നമുക്ക് തിരുവനന്തപുരം ഭാഗത്താണ് ഈ വില്ല് വെച്ചിട്ട് വില്ലടിച്ചാൻ പാട്ട്. അപ്പോൾ വില്ലടിച്ചാൻ പാട്ട് പാടുന്ന അവരുടെയും കുറച്ച് ഐറ്റംസ് ഇതെല്ലാം ഇങ്ങനെ ആ ഏരിയയിലുള്ള ഒരു മോഷണം നടക്കുന്നു. അപ്പോൾ അവരെല്ലാം കൊണ്ട് കേസ് കൊടുക്കുന്ന സമയത്ത് ഈ മോഷണം പോയ സാധനങ്ങൾ, അപ്പോൾ അവിടെ പോലീസുകാർ ചോദിക്കും എന്തൊക്കെ മോഷണം പോയെന്ന് ചോദിക്കും. അപ്പോൾ ഈ വില്ലടിച്ചാൻ പാട്ടിൻ്റെ രൂപത്തിലാണ് ഈ സാധനം പാടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മോഷണം പോയ മറിയേരമ്മ ആട്ടുകുട്ടി, മണിയൻ്റെ അമ്മ സോപ്പ് പെട്ടി, പിന്നെ പാട്ടുപെട്ടി, പിന്നെ വട്ടപ്പെട്ടി, വെറുതെ നിന്നൊരു കുട്ടം പെട്ടി, പിന്നെ സിസിലിക്കുട്ടിയുടെ തേപ്പ് പെട്ടി, പാട്ടിത്തള്ളരെ മുറുക്കാൻ പെട്ടി. ഇതാണ്. അപ്പോൾ ഈ SI ചോദിക്കും എന്തൊക്കെ മോഷണം പോയി. അപ്പോൾ മോഷണം പോയപ്പോൾ അത് പറയുന്നത് ഈ വിൽമേള നടത്തുന്നില്ലേ, അവരുടെ രൂപത്തിലാണ് പറയുന്നത്. അപ്പോൾ സാർ ചോദിച്ചാൽ എന്തൊക്കെ മോഷണം പോയി? പറഞ്ഞുതരാം. മറിയേരമ്മേരാട്ടുകുട്ടി മണിയന്റെ മര സോപ്പ് പെട്ടി, മറിയേരമ്മേരാട്ടുകുട്ടി മണിയന്റെ മര സോപ്പ് പെട്ടി, പാട്ടുപെട്ടി, വട്ടപ്പെട്ടി, വെറുതെ നിന്ന കുട്ടം പെട്ടി, സിസിലിക്കുട്ടിരെ തേപ്പ് പെട്ടി, പാട്ടി തള്ളര മുറുക്കാൻ പെട്ടി, സിസിലിക്കുട്ടിരെ തേപ്പ് പെട്ടി, പാട്ടി തള്ളര മുറുക്കാൻ പെട്ടി. ഈ സാധനം ഞാനൊരു സ്കിറ്റിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരുന്നു. അത് പിന്നെ നമ്മളൊരു പ്രോഗ്രാമിനിടയിൽ ഇതിനകത്തൊരു പോർഷൻ ചെയ്യണം. അപ്പോൾ ആ പാട്ടും കൂടെ ഇങ്ങോട്ടെടുത്ത് മറിച്ചു. അത് അവസാനം അത് ടിക്ടോക്കിൽ, എനിക്ക് തോന്നുന്നത് ടിക്ടോക്കിൻ്റെ ഒരു കലാശക്കൊട്ട് ഈ മറിയേരമ്മ ആട്ടുകുട്ടിയാണ് ഒരു തരംഗം വരുന്നത്. പിന്നീട് അതിന് ആവശ്യപ്പെട്ടത് പ്രകാരം ബാക്കിയുള്ള വരികളും കൂടെ എഴുതി അതിനെ ഒരു ആൽബം രൂപത്തിൽ ഇറക്കുകയും ഒരു ദിവസം 11 ലക്ഷം പേരോളം കണ്ട മലയാളത്തിലെ ആദ്യത്തെ ആൽബമാണ് മറിയേരമ്മ ആട്ടുകുട്ടി. ബാക്കി വരികൾ എങ്ങനെയാണ്? മാട്ടുപ്പെട്ടി ജോസുകുട്ടിയുടെ മൂത്ത കുട്ടി സൂസിക്കുട്ടി, സൂസിക്കുട്ടിയുടെ ഇളയ കുട്ടി തൂത്തുകുടി, മോളിക്കുട്ടിക്ക് കൂട്ടിനുണ്ടൊരു 10 മേരെ ആട്ടുകുട്ടി. ഈ ആട്ടുകുട്ടിയെ കണ്ണ് വെക്കണ നാട്ടിലുള്ളൊരു ബീരാൻകുട്ടി, ആട്ടുകുട്ടിയെ കണ്ണ് വെക്കണ നാട്ടിലുള്ളൊരു ബീരാൻകുട്ടി. അങ്ങനെ പോകും. കൊള്ളാം, രസമുണ്ട്. അതെ, ഋതമെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് അതിനകത്ത് വേറെ വരിക്കും അങ്ങനെ പ്രാധാന്യമില്ല. ഈ ഇട്ടി, എല്ലാത്തിലും ഒരു ഇട്ടി ഉണ്ട്. മോളിക്കുട്ടിക്ക് ആട് വാങ്ങാൻ കൂട്ടി വെച്ചൊരു കായിപ്പെട്ടിയെ നോട്ടമിട്ടത് കള്ളൻ എന്നൊരു വാസുക്കുട്ടി കാശിനായി തപ്പി നോക്കി തപ്പി നോക്കിയ വാസുക്കുട്ടിക്ക് പാമ്പും കുട്ടിയെ കൊത്ത് കിട്ടി. അപ്പോൾ ഇതൊക്കെ എല്ലാം കിട്ടി, ഇങ്ങനെയുള്ള വരി, പാമ്പ്, ആട്, ഇങ്ങനെ കൊച്ചു കുട്ടികൾക്ക് കേൾക്കുമ്പോൾ ഒരു കൗതുകം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ പാട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലാളിത്യമുള്ളതും വളരെ ക്യാച്ചി ആയിട്ടുള്ളതും റിതമാറ്റിക് ആയിട്ടുള്ളതും പിന്നെ ഈ പ്രാസം ഒപ്പിച്ച് ഇട്ടി എന്ന് വരുന്നതും.
അപ്പൊ അതിനെന്ത് കിട്ടി? അതില് കുഴപ്പമില്ല, പക്ഷേ അതിന് ഇനി വരുമാനങ്ങളൊക്കെ വരണം. ഗൂഗിളിലായതുകൊണ്ട് വന്നുകൊണ്ടേയിരിക്കും അല്ലേ? കിട്ടിക്കൊണ്ടേയിരിക്കും. വെരി ഗുഡ്. സോ സി ബ്യൂഗിൾ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇപ്പൊ 2000 രൂപ കിട്ടിയിരിക്കുകയാണ്. താങ്ക് യു സാർ. അതാണല്ലോ അതിന്റെ ഒരു ഇത് കേറി പാടാ മക്കളയിൽ. ഇതാ രണ്ടാമത്തെ ചോദ്യം, ഒരു ഓഡിയോ ചോദ്യം. സൂപ്പർ സോങ് ആണ്. അതെ, പണ്ട് ഗാനമേളയ്ക്കൊക്കെ ഇഷ്ടംപോലെ എല്ലാവരും പാടിയിരുന്ന ഒരു പാട്ട്, ഇപ്പോഴും പാടുന്നുണ്ട്. അതെ അതെ. ഓക്കെ, ചോദ്യം, ഈ ഗാനം ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ടോ? എ ഇല്ല, ബി ഉണ്ട്, സി ഉണ്ടെങ്കിലും മുഴുവൻ കാണിക്കുന്നില്ല. ഒഴിഞ്ഞോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. അതോ മുഴുവൻ കാണിക്കുന്നില്ലേ? ഇല്ല. കുറച്ചെങ്കിലും കാണിക്കുന്നുണ്ടോ? ഒന്ന് കാണിക്കുന്നില്ല. ഇല്ല, ഉണ്ട്, ഉണ്ടെങ്കിലും മുഴുവൻ കാണിക്കുന്നില്ല. ഇതാണ്. ഇല്ല, കാണിക്കുന്നില്ല. ഇല്ല. ഏ ഞാൻ എടുത്തു വെച്ച് പൂട്ടി, അവിടെ കിടക്കട്ടെ. ഓക്കെ ഓക്കെ. മമ്മൂക്കായിട്ടുള്ള അടുത്ത ബന്ധമുള്ളൊരു വ്യക്തിയാണ്. ഉണ്ട്. എങ്ങനെയാണ് ആ ബന്ധം ഉടലെടുത്തത്? അത് ഞാനൊരു ഷോയുടെ ഭാഗമായിട്ട് ഗ്രേറ്റ് ഫാദർ എന്ന പടത്തിൻ്റെ ഒരു പ്രൊമോഷൻ നടക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ ആർട്ടിസ്റ്റുകളും ഇരിക്കുന്നു, ഞാനവിടെ ഇരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ചോദിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു ജുബ്ബയൊക്കെ ഇട്ട് ഇങ്ങനെ ഞാനും അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞിട്ട് ആ മൈക്കെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ട് കൊടുക്കണം. അപ്പം ഞാൻ അത് പറഞ്ഞിട്ട് മൈക്കെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ട് കൊടുത്തപ്പം അദ്ദേഹം പെട്ടെന്ന്, ഇതാരാ, ഇയാളെന്തിനാ മൈക്കെടുത്തോണ്ട് വന്നു, ഇയാളടുത്ത് ആരാ ജുബ്ബയുടെ പറഞ്ഞത്, ഇതാരാ, എന്തിനാ ജുബ്ബയ്ക്കകത്ത് കയറിയതൊക്കെ തമാശയൊക്കെ പറഞ്ഞു. പിന്നെ പേര് ചോദിച്ചു. അപ്പോൾ ഇക്കരടുത്ത് അന്ന് എന്തോ ഒരു പെർഫോമൻസ് ഒക്കെ ചെയ്ത് കാണിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പോയതിന് ശേഷം പിന്നെ എനിക്കൊരു കോൾ വരുന്നു. ഞാൻ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് റിഹേഴ്സലെല്ലാം കഴിഞ്ഞ് വെളുപ്പിന് 3 മണി വരെ റിഹേഴ്സലെല്ലാം കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ എനിക്കൊരു കോള്, വിളിക്കുന്നത് സോഗൻ ചേട്ടനാണ്, മമ്മൂക്കയുടെ കൂടെയുള്ള സോഗൻലാൽ ചേട്ടനാണ് വിളിക്കുന്നത്. നിങ്ങളെന്താ മമ്മൂക്ക വിളിച്ചിട്ട് എടുക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ 3-4 മണി വരെയൊക്കെ റിഹേഴ്സൽ ചെയ്തിട്ട് പിന്നീട് എണീറ്റ ഉടനെ ഇത്തരത്തിലൊരു കോള് വന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും എന്താ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറയാം, ആരാ മനസ്സിലായില്ല. നിങ്ങളെ മമ്മൂക്ക വിളിച്ചിരുന്നു, നിങ്ങൾ എടുക്കാത്തെന്താ? അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ മിമിക്രി ആർട്ടിസ്റ്റാണ്, അദ്ദേഹം ഈ ടിനി ടോം ചേട്ടൻ്റെയും മമ്മൂക്കയുടെയൊക്കെ സൗണ്ടിലേക്ക് എന്നെ വിളിച്ചതുപോലെ പറ്റിക്കും വെറുതെ. അപ്പോൾ ഞാൻ അവനെ തിരിച്ച് വഴക്കും പറയാറുണ്ട്. അപ്പം ഞാൻ അവനെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത് സോഗൻ ചേട്ടൻ ഫോണ് മമ്മൂക്കരെ കൊടുത്തു. മമ്മൂക്കരെ കൊടുക്കാമെന്ന് പറഞ്ഞു. മമ്മൂക്ക വെച്ചിട്ട്, തങ്കച്ചനല്ലേ? ഞാൻ പറയാം, അതെ. ഇയാളെന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തെന്താ? ഇയാളെ നമ്പരല്ലേ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ പേര് പറഞ്ഞു, മമ്മൂക്കയുടെ പേര് പറഞ്ഞു, ഞാൻ മമ്മൂട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെ എന്താ അങ്ങനെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ഇത് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഭാഗ്യത്തിന് ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നുണ്ട്. സാധാരണ ഇങ്ങനെ വിളിക്കുന്ന എൻ്റെ കൂട്ടുകാരനെ 4 നല്ലത് പറയുന്ന പരിപാടി ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ വായിൽ നിന്ന് അങ്ങനെ വീണില്ല. പിന്നീട് പറഞ്ഞു, ഞാനാണ് എന്ന് പറഞ്ഞു. ഒരു ഡയറക്ടർ പേര് പറഞ്ഞു, വരണം, രാവിലെ ഉള്ള ട്രെയിനിൽ അവിടെ എത്തിയതിന് ശേഷം അവരെ കാണുക, എന്നെ വന്ന് കാണുക എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞൊക്കെ, ഞാൻ ഇത് പറയാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ച് ക്യാപിക്കണം, ഒന്നും പറയണ്ട, അവർ വിളിക്കുന്ന സമയത്ത് എറണാകുളത്ത് വരിക എന്ന് മാത്രം പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ ചെല്ലുന്നു. പരോൾ എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു എന്നെ വിളിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന ഉടനെ അവരെ പരിചയപ്പെട്ടതിന് ശേഷം ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്റർ ചെയ്യുന്നവരും കൂടെ ആയിട്ട് മമ്മൂക്കരെ വീട്ടിൽ കൊണ്ടുപോയി. മമ്മൂക്ക വീട്ടിൽ ചെന്ന് പരിചയപ്പെട്ടു. അങ്ങനെ നമ്മുടെ മുകളിൽ ഒരു ബെർമുടയും 2 വെള്ള കാല കണ്ട് ദുൽഖർ സാറായിരിക്കും കേട്ടാ. അപ്പോൾ അന്നൊരു ഓണ ടൈമായിരുന്നു. അങ്ങനെ താഴെ മേലോട്ട് നോക്കിയപ്പോ ബെർമുട ഉണ്ട്. എങ്ങനെ അല്ല, മേളില് 2ാമത്തെ നിലയുടെ അവിടെ എന്നിട്ട് അവിടെ അങ്ങോട്ട് നോക്കിയോ? നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്തെ നോക്കല്ലേ. അപ്പൊ എന്ത് കണ്ടു? അല്ല, പിന്നെ ദുൽഖർ സാറായിരുന്നു. ദുൽഖർ സാർ അവിടെ ഉണ്ട്. അപ്പോൾ അത് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് നോക്കിയത്. പിന്നെ അങ്ങനെ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇവർ വിളിച്ചോളും
പിന്നെ ഇപ്പോൾ തൽക്കാലം പൊയ്ക്കോളൂ, ഇവിടെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷമാണ് ആ പടത്തിൻ്റെ സീനിന് വേണ്ടി എന്നെ വിളിക്കുന്നതും. കുറച്ച് ദിവസത്തെ നല്ല അനുഭവങ്ങളുണ്ട്. ഒരു എന്താ പറയുക, ഒരു അനിയനെ പോലെ ഒക്കെ നല്ല നിർദ്ദേശങ്ങളൊക്കെ തന്ന് എന്താ പറയുക, നല്ല സ്നേഹമായിരുന്നു. നന്നാക്കാൻ നോക്കി അല്ലേ? ആദ്യം സെറ്റ് വെച്ച് കണ്ടപ്പോഴേ മമ്മൂക്ക നോട്ടം ഇട്ടതാണ്, ആള് ശരിയല്ലേ, ഇവനെ എങ്ങനെ ഒന്ന് നന്നാക്കാം. ഓക്കെ, അപ്പം ഉത്തരം പറഞ്ഞത് എ ഇല്ല. ഇല്ലെന്നാണ്. ഇല്ലെന്നാണ് ആണോ? ഇല്ലെന്നാണ് പറയുന്നത്. ഇല്ല. എന്തില്ല? ഈ പാട്ടില്ല. പൈസ ഇല്ല. അയ്യോ, ഈ പാട്ടുണ്ട്, ഉണ്ടെങ്കിലും മുഴുവൻ കാണിക്കുന്നില്ല. ഉത്തരം സി, ഉണ്ടെങ്കിലും മുഴുവൻ കാണിക്കുന്നില്ല. ഓപ്ഷൻ എ ഇല്ല എന്ന് പറഞ്ഞ തെറ്റാണ്. സോ 2000 രൂപ തങ്കച്ചന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെ? എന്ത് പറയാ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. തങ്കച്ചൻ ഇത്രയും ഒരു മാനസിക സംഘർഷത്തിലൂടെ പോകുന്നുണ്ട്, ഒരു പാട്ട് പാടുക. അപ്പൊ അതങ്ങ് മറക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ പാട്ടും കാര്യങ്ങളും അതൊക്കെ അങ്ങ് പാട്ട് പഠിച്ചിട്ടില്ല സാർ. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആ സമയങ്ങളിലൊക്കെയാണ് എൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ. അല്ല പാട്ട് അങ്ങനെ പഠിക്കുക അങ്ങനെ ആ മേഖലയായിട്ട് ഞാൻ പോയിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് പാട്ട് പഠിക്കാനുള്ള ഒരവസരം തന്ന ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഇല്ല, അദ്ദേഹം ഒന്നും. അപ്പോൾ ആ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് MG രാധാകൃഷ്ണൻ സാർ എന്നാണ്. ആഹാ. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരും. അമൃതയിലാണ്? അല്ല, ചാലൂക്കയിലും. ചാലൂക്ക ഭക്ഷണം കഴിക്കാൻ വരും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കിച്ചൺ അടുത്താണ്. അപ്പോൾ എനിക്ക് കിച്ചണിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പാട്ടൊക്കെ പാടും, ഉറച്ച് പാടും. അങ്ങനെയാണ് അവിടെ കിടന്ന് ഉറച്ച് തൊണ്ടവിളിക്ക് പാടും. അപ്പോൾ അവിടെ നിന്നൊരു പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും, ഇതല്ല കിച്ചണിലെ ജോലി എന്നാണ് എന്ന് പറയും. അപ്പോൾ അന്ന് കിച്ചണിൽ ജോലി ചെയ്തു. പാചകക്കാരനും കൂടെ? പാചകക്കാരനും കൂടെ. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പാട്ട് പഠിക്കുന്ന സമയത്ത് സാറ് കിച്ചൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ. അപ്പം ഞാൻ പാട്ട് പാടിയിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ സാറ് അവിടെ വരണയൊക്കെ എനിക്കറിയാം. അല്ല നിനക്കെന്തോ അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് അത് ഞാൻ നോക്കാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ വെറുതെ സാറേ, അല്ല നിനക്ക് പാട്ട് പാടുന്നൊരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പിന്നെ വരുന്ന സമയത്തൊക്കെ സാർ എൻ്റെ അടുത്ത് സംസാരിക്കും, തിരിച്ച് ഞാൻ സംസാരിക്കും, അങ്ങനെയൊക്കെ. ഒരു ദിവസം എൻ്റെ സാറ് ചോദിച്ചു, എത്ര രൂപ ശമ്പളം കിട്ടും? എവിടെ വീട്? ഞാൻ വിതിരയിൽ. എത്ര ശമ്പളം കിട്ടും? അന്ന് ഈ 1000 രൂപയ്ക്ക് താഴേക്കേ ഉള്ളൂ. എത്ര? ഞാൻ പറഞ്ഞു എനിക്ക് 1000 രൂപയ്ക്ക് അടുത്ത ശമ്പളം കിട്ടും. എത്ര രൂപ വീട്ടിൽ കൊടുക്കും? ഞാൻ പറഞ്ഞ് എല്ലാ പൈസയും വീട്ടിൽ കൊടുക്കും. ഈ സ്റ്റാച്യൂവിൽ ജാസ് ഹോട്ടലും കണ്ടൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ അവിടെ സാറ് ക്ലാസ് എടുക്കുന്നുണ്ട്. ജാസ് ഹോട്ടലിൻ്റെ സൈഡിൽ അവിടെ ക്ലാസ് ഉണ്ട്. 4 മണി തൊട്ട് 5 മണി വരെ ഉണ്ട്. അവിടെ വന്നിരുന്നോ പിള്ളേരെ കൂടെ ഒന്നും തരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായി. അത് അവിടെ സ്റ്റാഫുകളുടെ ഇടയിൽ ഭയങ്കര പബ്ലിസിറ്റി ആയിരുന്നു. എന്നെ സാറ് വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിലും എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഒരു തരത്തിലും. അതായത് എനിക്കൊരു സമയം കിട്ടിയാൽ ഞാൻ പോകും. പക്ഷേ ആ സമയങ്ങളിലൊക്കെ എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു. ഇറങ്ങാൻ പറ്റാന്നപ്പം പിറ്റേന്ന് സാറ് വന്ന് ചോദിച്ചു, എന്താ വരാത്തെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ സാറിനെ വിളിച്ചിടക്കും പോലെ ആയിപ്പോയി. സാറ് വന്നു ഞാൻ അവിടെ നിന്ന് മാറിക്കളെ. എന്താ വരാത്ത? ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ ഡ്യൂട്ടി ഇങ്ങനെ. പിറ്റേന്ന് ചോദിച്ചു, എന്താ വരാത്ത? അപ്പോഴും ഞാൻ പറഞ്ഞു സാറേ പിന്നെ ഇറങ്ങാൻ പറ്റിയില്ല. അതിന് ഇതിന് കയ്യും കാലം കെട്ടി പിടിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, ഇതിനൊരു മനസ്സ് വേണം എന്ന് പറഞ്ഞ് എന്നെ വഴക്കും പറഞ്ഞിട്ട് പോയ സാറിനെ പിന്നെ ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒക്കെ ഇറങ്ങി പിന്നെ മിമിക്രി ആ മേഖലയിലേക്ക് വന്നു. പിന്നെ കുറേ കാലം കഴിയുന്ന സമയത്താണ് സാറ് മരിക്കുന്ന അറിയുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ സാറിനെ ഓർക്കുന്നു, ആ വലിയ മനസ്സിനെ. കാരണം എന്നെപ്പോലൊരു പാവപ്പെട്ടൊരു കലാകാരൻ, ഞാൻ എന്ത് ജോലിയായിരുന്നെന്ന് സാറിന് അറിയാൻ പറ്റുമോ? ഞാൻ സാധാരണ ഒരു ജോലിയായിരുന്നു. എന്നെ വന്ന് ആ പിള്ളേരെ കൂടെ ഏറ്റവും ബേക്കിലോ അല്ലെങ്കിൽ സൈഡിലോ ഒന്നല്ല, പിള്ളേരെ കൂടെ ഇരുന്നോ, എനിക്കൊന്നും തരണ്ട, ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ ആ വലിയ മനസ്സിന് ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം.
വലിയൊരു കാര്യമാണ്. എനിക്ക് ആദ്യത്തെ ഒരു ഇൻഫർമേഷനാണ്. കാരണം ചേട്ടൻ അങ്ങനെ പലർക്കും പലരെയും അവിടെ സൗജന്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ആ ക്ലാസ് വേറെ ആരാണ് എടുക്കുന്നത്. പക്ഷേ ഇപ്പം കോവിഡ് ആയതുകൊണ്ട് ഇപ്പം അവിടെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിപ്പോൾ ആ ഹോട്ടൽ ഓർമ്മിക്കുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം, എനിക്ക് ഇപ്പോൾ ജീവിതത്തിലൊരു ഇപ്പോൾ ഈ സംഗീത മേഖലയിൽ ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ എനിക്ക് അറിയാമായിരുന്നു, പഠിക്കാമായിരുന്നു. പക്ഷെ അതെനിക്ക് പറ്റിയില്ല. പക്ഷെ പറ്റാത്തതിലല്ല സാർ, എനിക്ക് ആ പറഞ്ഞ വാക്കാണ് എനിക്ക് എന്ന് ഞാൻ ഓർമ്മിക്കുന്നത്. സോ നാളെ രാത്രി 8 മണിക്ക് കാണുന്നത് വരെ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. കല്യാണം കഴിച്ചിട്ടില്ലല്ലേ? കഴിച്ചിട്ടില്ല. എന്താണ് അതിൻ്റെ പുറകിലുള്ള പ്രശ്നം? ഈ പറഞ്ഞതുപോലെ നിമിത്തം അതൊരു ഘടകമാണ്. പെണ്ണ് നോക്കി പോയിട്ടില്ലേ? ഞാൻ ഇങ്ങനെ ഈ ഷുഗർ ഒന്നും ഇരിക്കുന്നത് പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോല വീജികളിൽ വേണുമൂതുമാട്ടിടയൻ. കേറ്റാൻ ഭയങ്കര പ്രയാസമാണ്, ടൈറ്റാണ്. കയറി കഴിഞ്ഞാൽ പിന്നെ ലൂസാണ്.